ഹായ്. ഇപ്പോൾ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു എനർജിയും നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയും നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 സെറ്റ് ഫയൽ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ച് ഏതെങ്കിലും ഒരു സെറ്റ് ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് ഫസ്റ്റ് സെറ്റ്, ഇത് സെക്കൻഡ്. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു. നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് സെറ്റ് ഫയലാണ് സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോൾ ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് രണ്ടുപേരും ഒരുപോലെ ഒരു കുടുംബം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫാമിലി ആയിട്ട് രണ്ടുപേർക്കും ഈ ബന്ധം കൊണ്ടുപോകണമെന്നാണ് ഒരു ആഗ്രഹം നിൽക്കുന്നത്. നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. ആ വ്യക്തിയിൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നു. ആ വ്യക്തിയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ പൂർണ്ണമായുള്ള നോട്ടം, ഒരു ഫോക്കസ് ആ വ്യക്തിയിലേക്ക് തന്നെയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു എനർജി ഉള്ളത് ഇപ്പോൾ ഇമോഷണലി അവർ ഒരു സ്റ്റക്കിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഫീലിംഗ് അവർ മറച്ചു വെച്ച് കൺട്രോൾ ചെയ്യുന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അവരും ഇത് ഒരുപോലെ ഒരു ഫാമിലി വേണമെന്നാണ് അവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ഇമോഷണലി സ്റ്റക്കാണ്. എന്നാൽ റിലേഷൻഷിപ്പ് ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുവാൻ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇനി നിങ്ങൾ രണ്ടാമത്തെ സെറ്റ് ഫയലാണ് സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോൾ ഓവറോൾ എനർജി നിൽക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പിലായിരിക്കാം. പക്ഷെ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന 2 വ്യക്തികളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപോലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന 2 വ്യക്തികളാണ് നിങ്ങൾ. ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കുടുംബമായിട്ട് ആ വ്യക്തി കൂടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ഉള്ളത് എല്ലാം മറന്ന് ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിലയിലാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാം മറന്ന്, പഴയതൊക്കെ മറന്ന് നിങ്ങളിലേക്ക് വരുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.